നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ 2025 പോവുകയാണ്, ഇനി 2026. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല. അമ്മയ്ക്കായിരുന്നു പനി പിടിച്ചത്, പക്ഷേ ആദൂട്ടി എന്തുകൊണ്ട് ക്ഷീണമായി എന്നുള്ളത്. എന്ത് പറ്റി? ഒന്ന് ചിരിച്ചു കാണിക്കല്ലാവരെ, ഒന്ന് ചിരിക്കുവോ? ചിരിക്കുകയൊക്കെ ചെയ്യും. കൊള്ളത്തരമാണ്, കൂടുതൽ കൊള്ളത്തരമാണ് കേട്ടോ. അല്ലേ? അപ്പം ഞാൻ നെഗറ്റീവ് കമൻറ്റിന് മറുപടി കൊടുക്കുമെന്ന് വിചാരിക്കരുതേ. പക്ഷേ ഇത് ചോദിച്ച ചേച്ചീനോട് എനിക്കൊരു എന്താ പറയുക, ഇത്രയും വിവരമില്ലായ്മ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ ആദൂട്ടീനെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ മറ്റ് 2 മക്കൾക്കും വിഷമമാകില്ലേന്ന്. ഞാൻ പറയട്ടെ, ഇപ്പം എത്ര മക്കളുണ്ടെങ്കിലും ഒരമ്മയ്ക്ക് ഒരുപോലെയാണല്ലേ. എനിക്ക് എൻ്റെ ആദൂട്ടിയും മാളൂട്ടിയും എൻ്റെ ഉണ്ണിക്കുട്ടനും ഒരുപോലെയാണ്. പിന്നെ ഞങ്ങൾക്ക് ആദൂട്ടിയുടെ അച്ഛനാണേലും എനിക്കാണെങ്കിലും ഉണ്ണിക്കുട്ടനാണേലും മാളുവിനാണേലും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവനാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഒരു ഇച്ചിരി മുൻതൂക്കം കൊടുക്കുന്നത് ആദൂട്ടിക്കാണ്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ആദൂട്ടിയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വരണമെങ്കിൽ ആദൂട്ടിനെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആദൂട്ടിനെ ഓരോന്ന് പറഞ്ഞ് ചെയ്യിച്ച് മനസ്സിലാക്കി കൊണ്ടുവരണം. അതൊരിക്കലും നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല, ബാക്കിയുള്ള 2 പേർക്കും ആദൂട്ടിനോടാണ് കേട്ടോ സ്നേഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഒരിക്കലും എൻ്റെ മാളുക്കുട്ടിക്കോ എൻ്റെ ഉണ്ണിക്കുട്ടനോ അങ്ങനെ ഒരു കാര്യം തോന്നത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ പൊന്നുമണിയാണ്, പൊന്നുമണി. അപ്പോൾ ഈ പൊന്നുമണീനെ സ്നേഹിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും തോന്നുമോ? ആർക്കും തോന്നത്തില്ല കേട്ടോ. എനിക്ക് പിന്നെ ആദൂട്ടീനോട് ഇച്ചിരി പരിഗണനയുണ്ടെന്ന് മാത്രം. അത് ആദൂട്ടീനെ എല്ലാം ശരിയാക്കി, സുഖമില്ലാത്തതിൻ്റെ പേരിലല്ല. ആദൂട്ടി മറ്റുള്ള മക്കളെ പോലെ, മാളു കൊച്ചിനെ പോലെ ഉണ്ണിക്കുട്ടനെ പോലെയൊക്കെ ആകണമെങ്കിൽ ഞാൻ ആദൂട്ടിക്ക് ഇച്ചിരി പരിഗണനയൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. അന്നും പറഞ്ഞ് എൻ്റെ മക്കളെ 2 മക്കൾക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഞാനിനി അടുക്കള എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദൂട്ടി ഇവിടെ കിടക്കുവാണ്, ആദൂട്ടി ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരും പഠിത്തം വരെ നിർത്തിയിട്ട് ഓടി വരും കേട്ടോ. എന്നിട്ട് ആദൂട്ടിനെ എടുത്തു വെച്ച് 2 പേരും കൂടി കളിപ്പിക്കും. അപ്പം ആദൂട്ടീനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ മാളു കൊച്ചും ഉണ്ണിക്കുട്ടനും ആദൂട്ടിക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്, ആദൂട്ടിനെ സ്നേഹിക്കുന്നുണ്ട്, ആദൂട്ടിനെ കൊഞ്ചിക്കുന്നുണ്ട്. അല്ലേ? ഞങ്ങൾ വയനാട്ടിന് പോകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? തണുപ്പ്, നല്ല തണുത്ത കാലാവസ്ഥയാണ് വയനാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് പനി പിടിക്കും. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, മാളുക്കൊച്ചു ഉണ്ണിക്കുട്ടൻ തന്നെയാണ് പറഞ്ഞത്, അമ്മ വരണ്ട, അവിടെ നല്ല തണുപ്പാണ്, പനി പിടിക്കും, കുഞ്ഞിന് പനി പിടിച്ചാൽ ഭയങ്കര പാടാണെന്ന്. അതുപോലെ തന്നെ രാത്രിയിൽ, ചില ദിവസമൊക്കെ രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുമ്പോൾ ഉണ്ണിക്കുട്ടനും ഞാനും മാളുക്കൊച്ചും കൂടിയാണ് കേട്ടോ. മാളു ചില സമയത്ത് എണീറ്റിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും, ഈ 3-4 ദിവസമൊക്കെ ഉറക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ മാളുക്കൊച്ച് എണീറ്റിരുന്ന് ആദൂട്ടിനെ തുടച്ച ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമേ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഇല്ല, ഇനിയിട്ട് ഉണ്ടാവത്തുമില്ല. അല്ലേ? അമ്മ കുഞ്ഞിനെ കൂടുതൽ സ്നേഹിക്കുന്നു, അമ്മ അവരെ സ്നേഹിക്കുന്നില്ല. അവർക്കുള്ളത് ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. ആദൂട്ടിക്കുള്ളത് ആദൂട്ടിക്ക്, അവർക്ക് 2 പേർക്കും ഉള്ളത് 2 പേർക്കും. അങ്ങനെ അല്ലേ? അപ്പം ഇനി ആ ചോദ്യം ഇനി ചോദിക്കരുത് കേട്ടോ. അതായത് നാണം കെട്ട ചോദ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മക്കളെ എല്ലാവരെയും വെവ്വേറെ ആയിരിക്കും കാണുന്നത്. എനിക്ക് 3 പേരും ഒരുപോലെയാണ് കേട്ടോ. അല്ല പൊന്നാ? പിന്നെ ഇച്ചിരി കൊഞ്ചിക്കലൊക്കെ കൂടും. അത് വേറെ ഒന്നും കൊണ്ടല്ല കൂടുന്നത്. ഇത് ഇവിടുത്തെ കുഞ്ഞുവാവയാണ്. ഇത് കുഞ്ഞുവാവോ. അതുകൊണ്ട് എല്ലാവരും ഇച്ചിരി കൊഞ്ചിക്കലൊക്കെ കൂടും കേട്ടോ. പിന്നെ ആദൂട്ടിൻ്റെ ഈ സുന്ദരമായ ചിരി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. അന്നേരം അതവിടെ വെച്ച് അങ്ങ് നിന്ന് പോയിട്ടോ. കണ്ടിന്യൂ ആയി പറയുവാണെങ്കിൽ അങ്ങ് നിർത്താതെ അങ്ങ് പറഞ്ഞു പോകുവേ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാളുക്കൊച്ചും ഉണ്ണിക്കുട്ടനും നമ്മളിപ്പോൾ ഒരു ഒച്ച എടുത്ത് ഒരു ഇച്ചിരി പേടിപ്പിച്ച് നിർത്തേണ്ട സമയമാണ് കേട്ടോ. ഉണ്ണീനെയൊക്കെ സംബന്ധിച്ച് ഉണ്ണീനോടൊക്കെ ഇച്ചിരി ഒച്ച എടുത്തില്ലെങ്കിലും ദേഷ്യപ്പെട്ടില്ലെങ്കിലും അവർ നമ്മുടെ തലയിൽ കയറുന്നൊരു ഫീൽ വരും കേട്ടോ. തലയിൽ കയറും അവർ. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കും, അവർ പഠിച്ചില്ലെങ്കിൽ ചീത്ത പറയും. അതൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് തന്നെയല്ലേ. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരർത്ഥമില്ലാത്ത ചോദ്യമായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മറുപടി ആയിട്ട് വരേണ്ട വന്നത്. അല്ലേ? ഓർമ്മയാണ്.
അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പിന്നെ 2026 എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ 2026 ആദൂട്ടി ഓടി നടക്കണം, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ആദൂട്ടിയുടെ കഴുത്തെങ്കിലും ഉറക്കണേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ്, 2025 നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ്. നാളെ എന്തേലും ഒരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പിക്ക് ആദൂട്ടിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആദൂട്ടിനെ കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആരോഗ്യവും ആയുസ്സും വല്ലാത്ത ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ആദൂട്ടിയുടെ കാര്യങ്ങൾ മൊത്തം തകരുന്നത്. ദൈവം സഹായിച്ച് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ചെറിയ ചെറിയ വയ്യായ്ക വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ദൈവമായിട്ട് അങ്ങ് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ആദൂട്ടി അടുത്ത വർഷം കഴുത്തൊക്കെ ഉറച്ചൊന്ന് നല്ല കുഞ്ഞുവാവിയായി ഒന്ന് ഇരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കുക. ഈ 2025 തന്ന സപ്പോർട്ട് പോലെ തന്നെ നിങ്ങൾ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ 2026 സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യൂട്യൂബ് ചാനലാണേലും ഫേസ്ബുക്ക് പേജാണേലും മുമ്പോട്ട് പോകുള്ളൂ. നിങ്ങൾ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോൾ ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ ആയിട്ടാണെങ്കിലും മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ആദൂട്ടിയുടെ കാര്യങ്ങൾക്കൊരു മുടക്കം വരരുത്, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ എനിക്കിതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നിനക്ക് പണിക്ക് പോയാൽ പോരേടി എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പണിക്ക് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ചോദിക്കുന്നവരോട് പറയാണ്, നിങ്ങളുടെ പണി ആദ്യമേ എടുക്കട്ടോ, എന്നിട്ട് എന്നെ പണിയെടുക്കാൻ വിട്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്താണ്. അത് നമ്മുടെ നാട്ടിൽ അന്വേഷിച്ചാലും അറിയാം, ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പോൾ ആദൂട്ടി ഉണ്ടായതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നതല്ലാതെ അതിന് മുമ്പൊന്നും ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാനൊട്ട് ഇനി ഒരു മടിയില്ല കേട്ടോ. അപ്പം ഈ ചോദിക്കുന്ന ചേട്ടനോടും ചേച്ചിനോടൊക്കെ നിങ്ങൾ ആദ്യം പോയി ഒന്ന് പണിയെടുക്കണം, എന്നിട്ട് എന്നെയും കൊച്ചിനെയും പണിക്ക് വിടാൻ പറ്റണം. പിന്നെ കുഞ്ഞുവാവയൊക്കെ റെഡിയായി കഴിയുമ്പോഴും ഞങ്ങൾ പണിക്ക് പോകും. പിന്നെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതും അത്യാവശ്യം നല്ലൊരു പണിയാണ് കേട്ടോ. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പം അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു പണി തന്നെയാണ്. അതുകൊണ്ട് ആരും പണിക്ക് വിടാനായിട്ട് വരരുത്. നെഗറ്റീവുകൾ കുറേ, ഞാൻ പൊട്ടിത്തെറിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കുന്നുണ്ട്. എൻ്റെ 2 മക്കളെ പറഞ്ഞാലും ഒരു പരിധി വരെ ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം അപ്പീലില്ല കേട്ടോ, അല്ലേ? അതിന് മാത്രം ഞങ്ങൾക്ക് അപ്പീലൊന്നുമില്ല. അത് ഞങ്ങൾ മറുപടി പറയും. അപ്പോൾ ആ ചേച്ചിനോടുള്ള മറുപടി ആയിട്ട് വന്നിട്ട് കാട് കയറി അങ്ങ് പോയില്ലേ, അല്ലേ? ഇനി നാളെ പരിപാടിയുണ്ട്. നമുക്ക് 3-ാം തീയതി ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ആണ് കേട്ടോ. ഞങ്ങൾ അടിച്ചു പൊളിച്ചു, അല്ലേ? ഞങ്ങൾ അടിച്ചു പൊളിച്ചല്ലേ? ഞങ്ങൾ പൊളിച്ചു, അടിച്ചു പൊളിക്കൂ കേട്ടോ. അടിച്ചടിച്ച് പൊളിച്ചു. ചെറിയ വീഡിയോ ആയിരുന്നു. ആ ചേച്ചിക്ക് ഒരു മറുപടി കൊടുക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ്. മക്കളെല്ലാം അമ്മമാർക്ക് ഒരേപോലെയാണ് കേട്ടോ. മക്കളെല്ലാം അമ്മമാർക്ക് ഒരുപോലെയാണ്. ഞാനിനിയിപ്പോൾ ഇവനോട് എന്തെങ്കിലും ഒരു ഇച്ചിരി സ്നേഹം കുറഞ്ഞാൽ തന്നെ എന്നെ തലയിൽ കയറി നിറങ്ങാൻ പറ്റുന്ന 2 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദൂട്ടിക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടേണ്ട സമയമാണ്. അപ്പോൾ ആദൂട്ടിക്ക് അത് കൊടുത്താൽ മാത്രമേ നമ്മൾ ബെറ്റർ ആയി കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെയും മാളുക്കുട്ടിയുടെയും കാര്യത്തിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തിരുത്തി പോകേണ്ട സമയമാണ്. ഉണ്ണിക്കുട്ടന് 14 വയസ്സായി, മാളുക്കൊച്ചിന് 17 വയസ്സായി. അപ്പോൾ അവരുടെ കാര്യത്തിലൊക്കെ തെറ്റ് കണ്ടാൽ നമ്മൾ തിരുത്തി മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരോട് തെറ്റ് തിരുത്തിയൊക്കെ പോകുന്നത്. പിന്നെ അത്ര ആയ കൊച്ചിനെ എടുത്ത് എനിക്ക് മടി വെച്ചിട്ട് മോനെ ചക്കരെ പഞ്ചാര എന്നൊക്കെ പറഞ്ഞാൽ അവർ 2 പേരെ എടുത്ത് വെച്ച് കൊഞ്ചിക്കാൻ പറ്റുമോ? 2 പേരെ എടുത്ത് മടി വയ്ക്കാൻ പറ്റുമോ? എനിക്ക് അതൊന്നും പറ്റിയല്ല കേട്ടോ. അവർക്കുള്ള സ്നേഹം അവർക്ക് തന്നെ എപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനൊരു വ്യത്യാസവും ഇല്ല, അല്ലേ? പിന്നെ ആരും എന്നോട് ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ മാത്രമാണ് ചോദിച്ചത്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് കൊടുത്ത് നമ്മുടെ വീഡിയോ ഒന്ന് കയറ്റി വരണം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. 2026 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഉമ്മ ടാറ്റ, ബൈ ബൈ.